എനിക്ക് ഇതിലെ റെഫറൻസ് എന്തായിരുന്നു അറിയോ? സിംഗം. കാര്യമായിട്ട് സംഭവിക്കാം. എന്തൊക്കെ വേണ്ടേ? സംഭവിക്കണോ സംഭവിക്കാതിരിക്കണോ? ഞാൻ പോലീസ് ജീപ്പിൽ ഇറങ്ങി വരുമ്പോൾ അവരുടെ മനസ്സിലുള്ള മ്യൂസിക് എന്നായിരിക്കും. അത് മാറ്റണം. ഷൂട്ട് തുടങ്ങുന്നതെന്ന് ഞാൻ പോലീസ് ജീപ്പിൽ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സിംഗം സിംഗം എന്നുള്ള മ്യൂസിക് ഇടാൻ തോന്നണം എന്ന് പറഞ്ഞു. അപ്പം അതുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. ആകുമ്പോൾ പറയാം. മലയാള സിനിമയിൽ ഒരുപാട് പോലീസ് കഥാപാത്രങ്ങളുണ്ട്. മലയാള സിനിമയിൽ ഒരുപാട് പോലീസ് കഥാപാത്രങ്ങളുണ്ട്. പ്രധാനമായിട്ട് സുരേഷ് ഗോപി സാറൊക്കെയാണ് അങ്ങനെ പോലീസ് കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ബേസിലായിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് പോലീസ് കഥാപാത്രങ്ങൾ പറയാമോ മലയാള സിനിമയിൽ? ക്വിസ് കോമ്പറ്റീഷൻ. പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേ ഇൻസ്പെക്ടർ ബൽറാം, പിന്നെ CID മൂസ, CID മൂസയിലെ ജഗതി ചേട്ടൻ ഉഗ്രനല്ലേ? ഭാരത് മാതാകി ചെയ്യുന്ന വിളിച്ചിട്ട് വന്ദേ ഭാരത് വന്ദേ ഭാരത്. പിന്നെ പിന്നെ എനിക്ക് ഇതിലെ റെഫറൻസ് എന്തായിരുന്നു അറിയോ? സിംഗം. കാര്യമായിട്ട് അപ്പോൾ ഡയറക്ടർ സിംഗം മൂഡിൽ പിടിക്കാം എന്ന് പറയുമ്പോൾ ഷൂട്ട് തുടങ്ങാൻ 2 ആഴ്ചയേ ഉള്ളൂ. അപ്പം ഞാൻ ട്രെയിനറിൻ്റെ അടുത്ത് പറഞ്ഞു, ജിമ്മിൽ ബ്രോ 2 ആഴ്ചയുണ്ട്, സിംഗ് ആവണം. ഇപ്പം അവരുടെ മനസ്സിൽ ഞാൻ പോലീസ് ജീപ്പിൽ ഇറങ്ങി വരുമ്പോൾ അവരുടെ മനസ്സിലുള്ള മ്യൂസിക് എന്നായിരിക്കും. അത് മാറ്റണം. ഷൂട്ട് തുടങ്ങുന്നതെന്ന് ഞാൻ പോലീസ് ജീപ്പിൽ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സിംഗം സിംഗം എന്നുള്ള മ്യൂസിക് ഇടാൻ തോന്നണം എന്ന് പറഞ്ഞു. അപ്പോൾ ട്രെയിനർ എൻ്റെ അടുത്ത് പറഞ്ഞു, 2 ആഴ്ചയല്ലേ സാർ, ഇത് മിക്കവാറും അതാവാനേ വഴിയുള്ളൂ, സിംഗ് ആവാൻ ഒരു സാധ്യതയില്ലെന്ന് പറഞ്ഞു. പിന്നെ ഉള്ളതൊക്കെ വെച്ചിട്ട് കുറച്ച് സിംഗുമായിട്ട് സിംഗ് ആവാനും നോക്കി. അത്രേ അതാണ് എൻ്റെ ഒരു സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ദിലീപേട്ടനായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ജനപ്രിയ നായകൻ എന്നുള്ള രീതിയിലേക്ക് ബേസിലേട്ടൻ പോകുന്നത് കൊണ്ടാണ് ദിലീപേട്ടനെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ കമ്പയർ ചെയ്യുന്നവരോട് എന്താ പറയാനുള്ളത്? അല്ല, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു എന്താ പറയുക, നമുക്ക് ഇഷ്ടപ്പെടാനുള്ള ആ കാലഘട്ടത്തിൽ നമ്മൾ ചെറുപ്പകാലം മുതലേ അങ്ങനെയുള്ള സിനിമകൾ കണ്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുത്തൊരു പേരാണ്. എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിൽ സന്തോഷം. പക്ഷെ എനിക്ക് അതിന് എൻ്റേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ലെഗസി അത് അദ്ദേഹം മാത്രം ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പം അതുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. താല്പര്യമുണ്ട്, പക്ഷെ ശ്രമിക്കുന്നുണ്ട്. ആകുമ്പോ പറയാം. എപ്പോ അങ്ങനെ അതെ, അങ്ങനെ പെട്ടെന്ന് മനസ്സിലായില്ല. അത് സമയമാകുമ്പോ പറയാത് ആയി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ശരിയായിട്ട് വരും, ഇത്തിരി സമയം എടുക്കും. അറിയില്ല, ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ആലോചിച്ച് തുടങ്ങിയിട്ടില്ല. ചിലപ്പോ ഒരു വരികയും അറിയാം സംഭവിക്കാം. എന്തൊക്കെ വേണ്ടേ? സംഭവിക്കണോ സംഭവിക്കാതിരിക്കണോ? സംഭവിക്കണം.